ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 208 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് സ്മിത ടീച്ചർ, പാലക്കാട് നിന്ന് സ്മിത ടീച്ചറാണ്. ഞാൻ തന്നെയാണ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്, കാരണം എല്ലാവരും പുട്ടപ്പത്തി പോയിരിക്കുക. അതായത് സായിരാം ഇത്ര ഞാനിപ്പോൾ ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോൾ ഒരു വീഡിയോ ഒത്തിരി നേരത്തേക്കൊന്ന് ഓൺ ചെയ്ത് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ. സായിരാം. സായിരാം. ശരി. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्ति. പറഞ്ഞു തുടങ്ങിക്കോളൂ ടീച്ചറെ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. ഇന്ന് എനിക്ക് പറയാൻ ഭാഗ്യം ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. അപ്പോൾ ഭഗവാന്റെ വിഷുദിന സന്ദേശം, അതല്ലെങ്കിൽ യുഗാദി, അതിൻ്റെ ഒരു സന്ദേശമാണ് വായിക്കുന്നത്. ഭാരതത്തിലെ വിശുദ്ധമായ ഉത്സവങ്ങളെല്ലാം ബൃഹത്തായ ആന്തരിക പ്രാധാന്യമുള്ളവയാണ്. ഇന്ന് യുഗാദി ദിനം ആണ്. ഒരു നവവത്സരത്തിൻ്റെ ആരംഭത്തെ ഇത് കുറിക്കുന്നു എന്ന് പൊതുവായി വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, അത് യഥാർത്ഥത്തിൽ ഒരു യുഗ ആരംഭമാണ്. ഓരോ യുഗത്തിൻ്റെയും ആരംഭവും അവസാനവും ദൈവമാകുന്നു. അതിനാൽ യുഗാദികൃത്തെന്ന് ഭഗവാനെ വിളിക്കുന്നു. ദൈവം യുഗത്തിൻ്റെ സ്രഷ്ടാവ് മാത്രമല്ല, യുഗപാലകനുമായി വർണ്ണിക്കപ്പെടുന്നു. യുഗം നിലനിർത്തുന്നതിൽ ദൈവം സർവശക്തനാകുന്നു. സർവകാര്യങ്ങളെയും നേരിടുവാൻ സമർത്ഥനുമാകുന്നു. അതിനാൽ ഭഗവാന് യുഗധരൻ എന്ന സംജ്ഞയുണ്ട്. യുഗാന്തരൻ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. പുണ്യമായ ഒരു ആഘോഷാവസരമായി മാത്രം യുഗാദിയെ കൈകാര്യം ചെയ്യരുത്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ദിനമായി അതിനെ പരിഗണിക്കണം. ഭാരതീയർ ആചരിക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും വൈശിഷ്ടികമായ ആന്തരാർത്ഥമുണ്ട്. പക്ഷേ സാമാന്യ ജനങ്ങൾ ബാഹ്യ ആചാരങ്ങളിലൂടെ മാത്രം അവയെ വീക്ഷിക്കുകയും സദ്യയും നേരം പോക്കുമായി അവയെ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഈശ്വരാരാധനയ്ക്ക് മാത്രമായും ഭക്തിയുടെ ആനന്ദം ആസ്വദിക്കുവാനും ദുഃഖത്തെ തരണം ചെയ്യുവാനും ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഉത്സവങ്ങൾ. അജ്ഞാനമകറ്റുവാനും ശരിയായ അറിവിനെയും ഉന്നതതരമായ വിവേകത്തെയും സൂക്ഷ്മമായ ആന്തരിക അവബോധത്തെയും പരിപോഷിപ്പിക്കുവാനും ഈ പുണ്യദിനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടു. മനുഷ്യരൂപത്തോടൊപ്പം ബുദ്ധിശക്തിയും മനുഷ്യന് വരദാനം ചെയ്തിരിക്കുന്നു. ഇവയോടൊപ്പം താൽക്കാലികമായ അസ്തിത്വവും മനുഷ്യന് നൽകി. അതുകൊണ്ട്
തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് സ്വോദ്ദേശകരമായ ജീവിതം നയിക്കുന്നതിന് അനുവദിച്ച ജീവിതകാലത്തെ മനുഷ്യൻ ഉപയോഗിക്കേണ്ടതാണ്. മനുഷ്യൻ നിർഭാഗ്യവശാൽ തൻ്റെ ബുദ്ധിശക്തിയെ ദുരുപയോഗപ്പെടുത്തുകയും വിലപ്പെട്ട ജീവിതത്തെ ധൂർത്തടിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു. സംവത്സരങ്ങളായി ഓരോ പുതുവർഷത്തെയും നാം വാഴ്ത്തുന്നു. കാരണം ദൈവത്തിൻ്റെ സർവവ്യാപിത്വത്തെ അത് സൂചിപ്പിക്കുന്നു. മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും കൊണ്ട് തീർക്കുന്ന ഒരു വർഷ കാലാവധി എന്ന് മാത്രമല്ല സംവത്സരത്തിനർത്ഥം. ഓരോ നിമിഷവും സംവത്സരമാകുന്നു. കാരണം സെക്കൻഡ്, മിനിറ്റ് തുടങ്ങിയവയില്ലാതെ ഒരു വർഷമുണ്ടാകുവാൻ സാധ്യമല്ല. വർഷം പവിത്രീകരിക്കപ്പെടണമെങ്കിൽ ഓരോ നിമിഷത്തെയും പവിത്രീകരിക്കേണ്ടതാണ്. ഓരോ നിമിഷവും കൂടിച്ചേർന്ന് വർഷമുണ്ടാകുന്നു. പുതുവർഷമല്ല പ്രധാനം, ഓരോ പുതിയ സെക്കൻഡും പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഓരോ നിമിഷത്തെയും പാവന ചിന്തകളും പരിശുദ്ധമായ അനുഭൂതികളും കർമ്മങ്ങളും കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം. ഓരോ നിമിഷവും ദുഷ്ചിന്തകളെ ഒഴിവാക്കുവാനും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുവാനും നിങ്ങൾ ശ്രമിക്കണം. ദിവ്യാത്മസ്വരൂപന്മാരെ, പൗരാണിക കാലം മുതൽക്ക് ബൃഹത്തായ ആദർശങ്ങളെയും പരമമായ ജ്ഞാനത്തെയും ഭാരതം ഉയർത്തിപ്പിടിച്ചിരുന്നു. മനുഷ്യന്റെ ശാരീരികവും ഭൗതികവുമായ ക്ഷേമത്തെക്കുറിച്ച് മാത്രമല്ല, പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ദൈവികതയ്ക്കും ഭാരതം ഊന്നൽ നൽകിയിരുന്നു. ജനങ്ങൾ ഈ ദൈവികതയെ അംഗീകരിക്കുകയും ഈശ്വര സ്വരൂപം എന്ന നിലയ്ക്ക് ഓരോ ജീവിയെയും ബഹുമാനിക്കുകയും ചെയ്യണം. രൂപങ്ങൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ ഉള്ളിൽ അധിവസിക്കുന്ന ചൈതന്യം എല്ലാവരിലും ഒന്നു തന്നെയാകുന്നു. അതിനാൽ നിങ്ങൾക്ക് ആരോടും വിദ്വേഷമുണ്ടാകരുത്. സംസാര നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. അധികമായ സംസാരം വർജിക്കേണ്ടതാണ്. സംസാരം മധുരവും സദുദ്ദേശത്തോടു കൂടിയതും ആകണം. വ്യാസൻ തൻ്റെ 18 പുരാണങ്ങളുടെ സാരം 2 പ്രമാണവാക്യങ്ങളിൽ സംക്ഷേപിച്ചു. പരസഹായം പുണ്യമാകുന്നു, അന്യരെ ദ്രോഹിക്കുന്നത് പാപമാണ്. എപ്പോഴും സഹായിക്കൂ, ഒരിക്കലും ദ്രോഹിക്കാതിരിക്കൂ. ദേഹത്തിന് ഏൽപ്പിക്കുന്ന ഏതൊരു മുറിവിനേക്കാളും കൂടുതൽ എന്നേക്കും നിലനിൽക്കുന്ന പരിക്ക് ഒരു ചീത്ത വാക്ക് ഹേതുവായി ഉണ്ടായേക്കാം. ഭൂതകാലത്ത് ഭാരതം ലോകത്തിന് മാതൃകയായിരുന്നു എന്ന് ഓർക്കുക. ഭാരതം മഹാമുനിമാരുടെയും പണ്ഡിതന്മാരുടെയും ധീരയോദ്ധാക്കളുടെയും പ്രശസ്ത കലാകാരന്മാരുടെയും കവികളുടെയും സർവകലകളിലും പ്രവീണരായ പലരുടെയും ജന്മനാടായിരുന്നു. അത്തരം ഒരു രാജ്യത്ത് ജനിച്ചിരിക്കയാൽ ഭാരതത്തിൻ്റെ പരിപാവനമായ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലാ ഭക്തന്മാരുടെയും കർത്തവ്യമാകുന്നു. ജനങ്ങൾ അന്ത്യമില്ലാതെ ഭക്തിയെപ്പറ്റി സംസാരിക്കുന്നു. പക്ഷെ എന്താണ് ഭക്തി? ജന്മനാടിനു വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു? മാതൃഭൂമിയോടുള്ള കൃതജ്ഞതയാകുന്നു ഭക്തിയുടെ യഥാർത്ഥ സൂചിക. നിങ്ങളുടെ ദേഹവും ദേശവും ഒന്നാകുന്നു. അതുകൊണ്ട് രാജ്യക്ഷേമം നിങ്ങളുടെ ക്ഷേമമാകുന്നു. ഇത് എപ്പോഴും ഓർക്കുക. രാവണന്റെ പതനത്തിന് ശേഷം ലങ്കയുടെ അധീശത്വം ഏറ്റെടുത്ത് ഭരിക്കുവാൻ എല്ലാവരും രാമനോട് അപേക്ഷിച്ചു. മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നും ലങ്കയുടെ ആകർഷണങ്ങൾ എന്തു തന്നെയായാലും മാതൃരാജ്യം ഉപേക്ഷിക്കുകയില്ലെന്നും അപ്പോൾ രാമൻ മറുപടി നൽകി. മരണത്തിന് ശേഷം തന്നോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഏക സമ്പത്ത് ഈശ്വരപ്രേമമാകുന്നു. ജീവിതകാലത്ത് ആ സമ്പത്ത് സമ്പാദിക്കുവാൻ ഒരുവൻ യത്നിക്കണം. നിസ്വാർത്ഥമായ ഭക്തിയും പ്രേമവും കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. ഈശ്വരപ്രേമം നേടുവാൻ ഭഗവത് സേവനത്തിന് സമയവും ദേഹവും കർമ്മവും സമർപ്പിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണന്റെ സന്ദേശം ശ്രദ്ധിച്ച ശേഷം അർജുനന് കൈവന്ന സാക്ഷാത്കാരം ഇതായിരുന്നു. അർജുനൻ പ്രഖ്യാപിച്ചു, കരിഷ്യേ വചനം തവ. അങ്ങ് പറയുന്നതെന്തോ അത് ഞാൻ നിർവഹിക്കാം. അസാമാന്യ ബുദ്ധിശാലിയായ അർജുനൻ കൃഷ്ണനുമായി ഓരോ തരത്തിലുള്ള വാദങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ നിഗമനത്തിലെത്തിയത്. യുക്തി
യുക്തിവിചാര ശക്തിയുടെ ഉറവിടം ദൈവം തന്നെയാണ് എന്നത് വിസ്മരിച്ചുകൊണ്ട് ഇന്ന് ആളുകൾ പല രീതിയിൽ തർക്കിക്കുന്നു. മനുഷ്യർ ശാരീരികമായോ ബുദ്ധിപരമോ ആയ ശക്തിയെയല്ല, ഈശ്വര ശക്തിയെ ആശ്രയിക്കണം. ഈശ്വര ശക്തിയെ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യന് യഥാർത്ഥ ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ കഴിയുന്നു. അത്തരം ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിമർശനത്തെ കാര്യമാക്കേണ്ടതില്ല. അവന് നിരവധി വ്യക്തികളുടെ അഭിപ്രായങ്ങളെ നിഷേധിക്കുവാനും സ്വയം സത്യമായി കരുതുന്നതിൽ ഉറച്ചു നിൽക്കുവാനും കഴിയും. പ്രശംസയോ അധിക്ഷേപമോ വകവയ്ക്കാതെ ദൈവത്തിൽ ദൃഢവിശ്വാസം നിങ്ങൾ പരിപോഷിപ്പിക്കേണ്ടതാണ്. ലോകത്തെപ്പറ്റി വേവലാതിപ്പെടരുത്. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതായിരുന്നു ഗോപികമാരുടെ മനോഭാവം. കൃഷ്ണനെ ധ്യാനിക്കുന്നതിൽ നിരുതരായതിനെപ്പറ്റി മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്ന് അവർ ഗൗനിച്ചിരുന്നില്ല. വിശുദ്ധിയും അചഞ്ചലവുമായ ഭക്തിക്ക് ഒരു ലൈൻ കൂടെ ഓ കഴിഞ്ഞു ഈ ഒരു ലൈനേ ഉള്ളൂ. വിശുദ്ധവും അചഞ്ചലവുമായ ഭക്തിക്ക് അവർ മാതൃകയായിരുന്നു. എന്തു സംഭവിച്ചാലും തന്റെ വിശ്വാസത്തെ ഒരുവൻ മുറുകെ പിടിക്കണം. സൈറാം. ഇനി അനുഭവം പറഞ്ഞു കേട്ടോ, അനുഭവം സൈറാം. ഞാൻ 1997 എൻ്റെ വിവാഹം കഴിയുന്നത്. അതിനു മുമ്പ് എൻ്റെ അച്ഛൻ ആന്ധ്രാപ്രദേശിലെ അനന്തപൂരും ധർമ്മവാരത്തും എല്ലാം ജോലി നോക്കിയിരുന്നു. വെക്കേഷന് ഞങ്ങളൊക്കെ അവിടെ പോകുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഭഗവാന്റെ ആ ദിവ്യ ശരീരത്തോട് കൂടിയിട്ടുള്ള ആ രൂപത്തെ കാണാൻ ഉള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടില്ല. അന്നൊന്നും അച്ഛൻ കൊണ്ടുപോയിട്ടുമില്ല. നമുക്ക് സത്യസായിബാബ എന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാണാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി അറിയല്ല, ഒരു അനുഭവം ഉണ്ടാവുന്നത് 97 വിവാഹത്തിന് ശേഷം തൃശ്ശൂര് ഒരു ആവശ്യത്തിന് പോകുമ്പോൾ വിയ്യൂര് സെൻട്രൽ ജയിലിൻ്റെ അവിടെ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏകദേശം ഒരു 6:15 സമയം, സന്ധ്യാസമയം. അപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരനെ എവിടുന്നെങ്കിലും വിളിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഓട്ടോ വിളിച്ചിട്ട് വർക്ക്ഷോപ്പിനെ തേടിപ്പോയി. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുക, ആകെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്, ആളുകളൊന്നുമില്ല വിയ്യൂര് സെൻട്രൽ ജയിലിൻ്റെ അവിടെ അന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ഇതാ കാണുന്ന വീട്ടിലേക്ക് കയറി ഇരുന്നാൽ മതി പറഞ്ഞു. ഞാൻ നേരെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭജന നടക്കുക. എനിക്ക് വേറെ എന്ത് ഭജനയാ ഏത് ഭജനയെന്നൊന്നും അറിയില്ല. അന്നൊക്കെ പിന്നെ സന്ധ്യാനാമം പതിവായിരുന്നു. അത് കാരണം ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട്, സത്യസായിബാബയുടെ ഫോട്ടോ വെച്ചിട്ട് വിയ്യൂര് ഭജന നടക്കുക. അപ്പം ഞാൻ കയറി ചെന്നു, ഇരുന്നു, ഭജനയിലൊക്കെ പങ്കുകൊണ്ടു. അവസാനം എന്തോ ഒരു പ്രസാദം അവിടെ വിതരണം ചെയ്തു. അതെനിക്ക് കിട്ടി, ഞാൻ കഴിച്ചു പോന്നു. അപ്പം എന്നോട് ചോദിച്ചു എവിടുന്നാ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ എപ്പോഴും ആ ഭാഗത്തേക്കൂടെ പോകുമ്പോൾ ഞാൻ ആ വീട് കണ്ണുകൊണ്ട് പരതാറുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ട് ഇല്ല കേട്ടോ. ആ വീട് ആരായിരുന്നു അന്ന് അവിടെ, എന്തായിരുന്നു ഇത്, ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും വീടായിരിക്കാം. പിന്നീട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 3 വർഷമായിട്ടും കുട്ടികളില്ലാതെ ഇരുന്നപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഷൊർണൂര് ഒരു ആനന്ദ് മോഹൻ ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ആനന്ദ് മോഹൻ ഡോക്ടറെ പോയി കണ്ട ഉടനെ തന്നെ ഈ ആനന്ദ് മോഹൻ ഡോക്ടർ ആരെ പരിശോധിക്കുമ്പോഴും ആദ്യം തന്നെ ഇങ്ങനെ കണ്ണടച്ച് ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് ഇങ്ങനെ സായിരാമ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. എന്നോട് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴും ആ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കൂടെ ഓം ശ്രീ സായിരാം, ഓം ശ്രീ സായിരാം, ഓം ശ്രീ ഇങ്ങനെ എഴുതി വരുമല്ലോ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ തിരുന്ന് വായിക്കും, ഓം ശ്രീ സായിരാം, ഓം ശ്രീ. നമുക്ക് സ്കാനിങ്ങിന് കിടക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ വായിക്കും. അപ്പോഴും എൻ്റെ മനസ്സ്
കേൾക്കുന്നില്ലല്ലോ. സായിരാം. സായിരാം. കേൾക്കുന്നില്ല. സീമ ഓഡിയോ ഓൺ ചെയ്തോളൂ. ഓഡിയോ. നല്ല നെറ്റ് പോയോ? ഇവിടെ മഴയാണെന്നത്. സായിരാം, സീമ കേൾക്കാമോ? സായിരാം, ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വിളിച്ചു നോക്കട്ടെ. സായിരാം. സായിരാം, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഏതുവരെ കേട്ടു ഞാൻ പറഞ്ഞത്? കമ്പ്യൂട്ടറിൽ കൂടെ സായിരാം സായിരാം എന്ന് പറഞ്ഞത് വായിച്ചുകൊണ്ടിരുന്നു. വേറെ പണിയൊന്നുമില്ലല്ലോ. ആ, അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് 2 കുട്ടികൾ ഉണ്ടായി. പിന്നെ അതും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഏകദേശം 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ആശങ്കകൾ തുടങ്ങി. കാരണം എങ്ങനെ ഞാൻ ഈ കുട്ടികളെ ഒരു സ്പിരിച്വൽ ലെവലിൽ വളർത്തും? ഞാൻ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ സ്വീകരിക്കില്ല, അതിനേക്കാൾ ഒരു 3ാമതൊരാൾ പറയുമ്പോൾ എടുക്കൂലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരമുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ സ്കൂളിൽ ഒരു കുട്ടി ബാലവികാസ ക്ലാസ്സിന് പോകുന്നുണ്ട് എന്ന്. അന്ന് ബാലവികാസം എന്നുള്ള പേരൊന്നും എനിക്കറിയില്ല. ഇവർ വന്ന് പറഞ്ഞു, അമ്മേ എൻ്റെ ഫ്രണ്ട് ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞങ്ങൾക്കും അതിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ക്ലാസ്സാ അത് എന്ന് ചോദിച്ചു. ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരെ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, രാധ ടീച്ചർ, ചെർപ്പളശ്ശേരി സമിതിയിലുള്ള രാധ ടീച്ചർ. ഇതിനു മുമ്പുള്ള ഡിസ്ട്രിക്ട് കോർഡിനേറ്ററൊക്കെ ആയിരുന്നു, സ്റ്റേറ്റ് കോർഡിനേറ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ രാധ ടീച്ചറുടെ അവിടെയാണ് ഈ കുട്ടികൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ രാധ ടീച്ചറുടെ അവിടെ ഈ കുട്ടികളെ ചേർത്തതിന് ശേഷമാണ് എനിക്ക് ഈ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കാറുണ്ട്, എപ്പോഴും, ഇപ്പോഴല്ല എപ്പോഴും ഞാൻ വിചാരിക്കും, എത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഭഗവാൻ എന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചത് എന്നുള്ളത്. അങ്ങനെ കുറേ കഴിഞ്ഞ് പുട്ടപ്പർത്തിയിലേക്ക് ഞങ്ങൾ പോവാനൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും സ്വാമിക്ക് വയ്യാതെയായി. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സ്വാമിയുടെ എന്താ പറയുക, സമാധിയാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു, സ്വാമിയുടെ പ്രേമം, കാരുണ്യം എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട് അതിന് ശേഷം പറയാനുള്ളത്. പക്ഷേ ഇത്രയും ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഇത്രയേ എക്സ്പീരിയൻസ് പറയാൻ സമയമുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഒരു വാക്ക് പോലും സംസാരിക്കാൻ അറിയാത്ത ഞാൻ ഈ ബാലവികാസ ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പം ഞാനും പോവും. ഞാനും ഫുൾ ടൈം ക്ലാസ് ഇരുന്ന് കേൾക്കാറ് പതിവുണ്ട്. ഒരു ദിവസം എന്നോട് കൺവീനർ പറഞ്ഞു, നാളെ മുതൽ സ്മിത ക്ലാസ് എടുക്കണം കേട്ടോ, ബാലവികാസ ക്ലാസ് എടുക്കണം എന്ന്. ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ അന്നാണ് ഞാൻ ബാലവികാസ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. രാധ ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടും പിന്നെ സമിതി ലെവലിലെ പ്രഭാകരൻ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടും മീറ്റിങ്ങുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടും ഒക്കെ ക്ലാസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. ഇപ്പോഴും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. സായിരാം. ഇനി ഒരു ഭജനയല്ലേ? ഇപ്പോഴല്ല, ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട്. ആ, ഓക്കെ. സായിരാം.
ఈనాడు సత్సంగం అనగా 10 మంది ఆధ్యాత్మిక సాధకులు చేరినప్పుడు అది సత్సంగం అనుకుంటున్నాం. Today we go by the meaning for this word satsanga, to join the company of good అలాంటి seekers. వారి కంపెనీతో చేరినప్పుడు మనం కూడా సత్సంగంగానే భావిస్తున్నాం. We also consider ourselves a member of good కానీ company ఆ సంఘము satsanga. కూడాను మార్పు చెందేదే కానీ స్థిరమైనటువంటిది కాదు. Even the satsanga good company, what we think also ఎందుకనగా changes. యు మే టెల్ హూ ఇస్ గుడ్, ఎవరు నీవు గుడ్ అనుకుంటున్నావో వాడు నీకు బ్యాడ్ అవుతున్నాడు. Because the one whom you consider good all of a sudden transforms into bad one. వానితో నీవు చేరేటప్పటికి నీవు కూడా మంచి చెడ్డనుగా మారిపోతున్నావు. Then once you join his company, you may turn good or bad. ఇవన్నీ అస్థిరమైనటువంటి వస్తువులే, These are all temporary ఇదంతా objects. అస్థిరమైనటువంటి జీవులే, They're all ephemeral beings. అశాశ్వతమైనటువంటి సంబంధములే. It's only temporary understanding. అస్థిరమైనటువంటి దానికి శాశ్వతమైనటువంటి ఆనందాన్ని ఎట్లా అందిస్తుంది? That which is temporary cannot confer permanent bliss. కనుక ఇది అసాధ్యము. It is impossible. కనుక ఇట్టి అసాధ్యమైనటువంటి తత్వాన్ని మనము సత్సంగముగా భావించుకోవటం చేతనే ఈనాటి వరకు కూడాను మనము ఈ సత్సంగ ప్రభావాన్ని గుర్తించుకోలేకపోతున్నాం. Because we want to get that which is impossible, we have not able to understand and reap the benefits of satsanga. టెల్ మీ యువర్ కంపెనీ, ఐ షల్ టెల్ యూ వాట్ యు ఆర్ అని. It is said, tell me your company, I shall tell you నీవు what you are. అనిత్యమైనటువంటి వారితో స్నేహం చేసినప్పుడు ఆ అనిత్యమైనటువంటి సంబంధమే నీకు ప్రాప్తిస్తుంది. Association with the momentary will confer ephemeral results only. నిత్య సత్యమైనటువంటి దానితో నీవు ఫ్రెండ్షిప్ చేయాలి. You should have friendship with that permanent and ఆ eternal. నిత్య సత్యమైనటువంటి యొక్క ప్రాప్తి నీ యందే ఉన్నది కానీ బయట ప్రపంచంలో కానరాదు. That one which is eternal entity, reality is within you. നീ പാടിക്കോളൂ കേട്ടോ. സൈറാം. സത്യസായി പാദാംബുജം ഭജുരേ മാനസ നിരന്തരം. സത്യസായി പാദാംബുജം ഭജുരേ മാനസ നിരന്തരം. പരമപവിത്രം പാവനചരണം, പരമപവിത്രം പാവനചരണം. കലിമലദഹനം ശ്രീഗുരുചരണം, കലിമലദഹനം ശ്രീഗുരുചരണം. ഭവഭയനാശന ദുരിത നിവാരണ, ഭവഭയനാശക ദുരിത നിവാരണ. പത്തിപുരീശ്വര പങ്കജചരണം, പത്തിപുരീശ്വര പങ്കജചരണം. ഭജുരേ മാനസ നിരന്തരം, ഭജു ഭജുരേ മാനസ നിരന്തരം. സത്യസായി പാദാംബുജം ഭജുരേ മാനസ നിരന്തരം. സത്യസായി പാദാംബുജം ഭജുരേ മാനസ നിരന്തരം. പരമപവിത്രം പാവനചരണം, പരമപവിത്രം പാവനചരണം. കലിമലദഹനം ശ്രീഗുരുചരണം, കലിമലദഹനം ശ്രീഗുരുചരണം. ഭവഭയനാശന ദുരിത നിവാരണ, ഭവഭയനാശന ദുരിത നിവാരണ. പത്തിപുരീശ്വര പങ്കജചരണം, പത്തിപുരീശ്വര പങ്കജചരണം. ഭജുരേ മാനസ നിരന്തരം, ഭജു ഭജുരേ മാനസ നിരന്തരം. ഭജു ഭജുരേ മാനസ നിരന്തരം, ഭജു ഭജുരേ മാനസ നിരന്തരം. സത്യസായി പാദാംബുജം ഭജുരേ മാനസ നിരന്തരം. സൈറാം. വളരെ നന്നായി കേട്ടോ എല്ലാം. താങ്ക് യു സോ മച്ച് സൈറാം. സൈറാം.
സായി ഉപമ ഭ്രമത്തെ അഥവാ മായയെ ഒഴിവാക്കുവാനും അതിൻ്റെ നിഴലിൽ നിന്നും രക്ഷ നേടുവാനും നിങ്ങൾ പ്രകാശത്തിനു നേരെ നടക്കണം. സൂര്യന് നേരെ നടക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ നിങ്ങളുടെ പുറകിൽ വീഴുന്നു. സൂര്യൻ ഉയരുന്തോറും നിഴൽ ചെറുതായി വരുന്നു. സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ നിഴൽ നിങ്ങളുടെ പാദത്തിൽ പതിക്കുന്നു. നിങ്ങളിൽ ശരണാഗതനാകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനു മുകളിൽ ചവിട്ടുക പോലും ചെയ്യാം. അതുപോലെ ബുദ്ധിയാണ് പരമോന്നതമായ ശക്തി. മായയ്ക്ക് തൻ്റെ വശീകരണ മന്ത്രം അതിൽ പ്രയോഗിക്കുവാൻ സാധിക്കുകയില്ല. വേദമന്ത്രമായ ഗായത്രി കോടിക്കണക്കിന് ജനങ്ങൾ 3 നേരവും ജപിക്കുന്നത് ബുദ്ധിയുടെ ഉണർവിന് വേണ്ടിയാണ്. ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സൂര്യനെ പോലെ തീക്ഷ്ണമായ തേജസ് നേടുവാൻ ഭ്രമത്തിന്റെ അഥവാ മായയുടെ മൂടൽമഞ്ഞ് ഇല്ലാതെ ആക്കുന്നതിന് ബുദ്ധിയെ ആശ്രയിക്കണം. അപ്പോൾ സ്ഥിരത, അസ്ഥിരത എന്നീ സംശയവും ചിന്താക്കുഴപ്പവും നിഷേധവുമാകുന്ന അലകൾ അടങ്ങുന്നു. ഇതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പതഞ്ജലി മഹർഷി വ്യക്തമാക്കിയ യോഗം. അത് ചഞ്ചലമായ മനസ്സിനെ വ്യക്തതയും സ്ഥിരതയുമുള്ളതാക്കുന്നു. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം.